ഇഷ്ടം പോലെ ചെയ്തോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തോ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ? ആസ് യു വിഷ് അല്ലേ? ആസ് യു വിഷ് എന്ന് ഹിന്ദിയിൽ പറയുന്നത് ജേസി തുമാരി മർജി. മനസ്സിലായോ? ജേസി തുമാരി മർജി. ഇവിടെ മർജി എന്നുള്ള വേർഡാണ് കേട്ടോ ആ വിഷ് എന്നുള്ള അർത്ഥത്തിൽ വരുന്നത്. ആസ് യു വിഷ്, ജേസി തുമാരി മർജി, അല്ലെങ്കിൽ ആപ്കി മർജി, താങ്കളുടെ ഇഷ്ടം പോലെ, ഇഷ്ടത്തിനനുസരിച്ച് എന്ന് പറയുന്നതാ. അതല്ല, ഈ മർജി എന്നുള്ള വേർഡ് മാറ്റി ഇച്ഛ എന്നും പറയാം കേട്ടോ. ജേസി ആപ്കി ഇച്ഛ എന്നും പറയാം. രണ്ടും ഒന്ന് തന്നെയാണ്, പര്യായ പദങ്ങളാണ്. ഇപ്പോൾ ഒരു സിറ്റുവേഷനിൽ എവിടെയെങ്കിലും ടൂർ പോകാൻ നമ്മൾ പ്ലാൻ ചെയ്യുവാണ്, ഫ്രണ്ട്സായിട്ട് പ്ലാൻ ചെയ്യുമായിരിക്കും. എല്ലാവരും കൂടി അല്ലെങ്കിൽ നമ്മൾ തന്നെ മറ്റൊരാളുടെ അഭിപ്രായത്തിന് വിട്ടുകൊടുക്കുകയാണ് അല്ലേ? ആ സിറ്റുവേഷനിൽ പറയുന്നതാണ് അല്ലേ, നിൻ്റെ ഇഷ്ടം പോലെ, നിൻ്റെ ഇഷ്ടം പോലെ, ജേസി തുമാരി മർജി, ജേസി തുമാരി മർജി. അതല്ലെങ്കിൽ നിൻ്റെ ഇഷ്ടം പോലെ നമുക്ക് പോകാം, ജേസി തുമാരി മർജി ഹം ജായെങ്കെ, ജേസി തുമാരി മർജി ഹം ജായെങ്കെ, നിൻ്റെ ഇഷ്ടം പോലെ നമുക്ക് പോകാം എന്ന് പറയുന്നതാ. അവിടെ മറ്റൊരാളുടെ അഭിപ്രായത്തെ നമ്മൾ മാനിക്കുന്നതാണ് അല്ലേ, ആസ് യു വിഷ് എന്ന് പറയാനായിട്ട്. അങ്ങനെ പറയാനായിട്ട് ഹിന്ദിയിൽ പറയുന്ന സെൻറ്റൻസ് ആണ് ജേസി തുമാരി മർജി, ജേസി തുമാരി ഇച്ഛ. അതുപോലെ തന്നെ ഒരാളിപ്പോൾ നമ്മളോട് ചോദിക്കുകയാണ്, ഇതിങ്ങനെ ചെയ്താൽ പോരെ എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ പറയില്ലേ, താങ്കളുടെ ഇഷ്ടപ്രകാരം ചെയ്തോളൂ, ജേസി ആപ്കി മർജി കരോ, ആപ്കി മർജി കരോ അല്ലെങ്കിൽ കരേ എന്നും പറയാം കേട്ടോ. ജേസി ആപ്കി മർജി കരോ, താങ്കളുടെ ഇഷ്ടം പോലെ ചെയ്തോളൂ എന്ന് പറയുന്നതാണ്. ക്ലിയർ ആയോ? അപ്പോൾ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ അവരോട് പറയുകയാണ്, നമ്മുടെ ഈ ചാനലിൽ മെമ്പേഴ്സ് ഓൺലി ഗ്രൂപ്പിൽ ഒരു 30 days സീരീസ് ചെയ്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ജോയിൻ ബട്ടൺ കാണും, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 1500 rupees സിൽവർ ഓപ്ഷൻ ചൂസ് ചെയ്താൽ ആദ്യം മുതലുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഓർഡർ ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഓക്കെ.